ഫ്രണ്ടിൽ മാറിയിടാം. നിങ്ങൾ എങ്ങനെ കവർ ചെയ്യുന്നത്? എങ്ങനെ എടുക്കാം? പിന്നെ മേയറിന്റെ കുടുംബത്തിനുമുള്ള വണ്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ സഞ്ചരിക്കണമെന്ന് വിനീതമായ സ്വല്പ സ്ഥലം മോനെ. ഒരു മിനിറ്റ്. മൊബൈൽ ബാക്കി പിടി. നിങ്ങൾക്ക് എല്ലാ പിന്തുണയും കോൺഗ്രസ് കേട്ടാ. നിങ്ങൾക്ക് എല്ലാ പിന്തുണയും കോൺഗ്രസ് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം നഗരസഭയാണ്, മേയറാണ് ഇതിന്റെ ആധിപത്യം. അപ്പൊ മേയറിന്റെ കുടുംബവും പോവുകയാണെങ്കിൽ നിങ്ങൾ ദയവായി വണ്ടി ഒതുക്കിയിട്ട് അവരെ പോകാൻ അനുവദിക്കണം. ഈ മേഖല ഇവിടെ മുതൽ പിന്നെ പാളയം വരെ ഓവർടേക്ക് ചെയ്യരുത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. മേയർ ആയിരുന്നറിയാലോ, മേയറിന്റെ ഭർത്താവ് MLA ആണ്, അവരുടെ അമ്മാവൻ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ആ ഭയവും എല്ലാം ഉണ്ടാവണം. നിങ്ങൾ സാധാരണ പിന്നെ 700 രൂപ ശമ്പളം മേടിക്കുന്ന സാധാരണ കൂലിക്കാരാണ്. അപ്പോൾ ആ ബഹുമാനവും ഭയഭക്തി എല്ലാം എപ്പോഴും മേയറിന്റെ അടുത്ത് കാണിക്കണം കേട്ടോ. അപ്പൊ മേയർ ഒന്ന് സൂക്ഷിക്കാന്നുള്ള സ്റ്റിക്കർ ഞങ്ങൾ സ്റ്റിക്കറുണ്ടോ നിങ്ങൾ ശമ്പളം ഒന്ന് ചോദിച്ചാൽ കേട്ടോ. ശമ്പളം ഒരു പ്രത്യേക നിർദ്ദേശം എന്ന് പറയുന്നത് ഇത് മേയറിന്റെ ഓഫീസാണ്. ഇവിടെ മേയറിന്റെ കുടുംബമോ ഇതുവഴി നിങ്ങളുടെ ബസ്സിന് തൊട്ട് പിന്നാലെ പോവുകയാണെങ്കിൽ നിങ്ങൾ വണ്ടി ഒതുക്കിയിട്ട് കൊടുക്കണം. മേയർക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. അങ്ങനെ മേയറിന്റെ കുടുംബം പോയിട്ട് മാത്രം മതി സാധാരണക്കാർ ഇവിടെ പോകുന്നത്. പിന്നെ ദയവ് ചെയ്ത് മേയർ ഇതുപോലെ വണ്ടി അപ്പൊ വണ്ടി തടഞ്ഞാൽ ദയവ് ചെയ്ത് അവരുടെ അടുത്ത് ശമ്പളം എവിടെയെന്നൊന്ന് ചോദിച്ചോളല്ലേ. കാരണം അവര് മേയറാണ്, അവരുടെ ഭർത്താവ് MLA ആണ്, അവരുടെ അമ്മാവൻ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ആ ഭയവും ആ ഒരു വിനിയോഗം നിങ്ങൾ മേയറോട് കാണിക്കണം. ഇവിടുത്തെ മന്ത്രിമാരുടെ അടുത്തൊന്നും നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പിന്നെ പ്രത്യേക പോസ്റ്റ്. മേയറുണ്ട്, സൂക്ഷിക്കണം. യാത്രക്കാർ Let's go.